ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കരുണാലയത്തിലെത്തുന്ന കരുണയോട് മോൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഭഗവതിയോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ എന്നും അതുകൊണ്ട് ഇത്തവണ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമെന്ന് തന്നെ പറയുന്നു. അവിടെ സാഗറും മഞ്ജുവും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അച്ഛൻ വിളിച്ച് വിവരം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും അടുത്തിരുന്ന് കരയാനെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. ഇതേസമയം അവിടേക്ക് വരുന്ന മോഹിനി മോളെന്താ ഈ സമയത്ത് നിന്ന് ചോദിക്കുമ്പോൾ, ഇത് മോളുടെ തറവാടല്ലേ, മോൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് ജോലി നഷ്ടപ്പെട്ടതോടെ ഉണ്ണിയേട്ടൻ സമനില തെറ്റിയതുപോലെ ആയെന്നും അമ്മ ലക്ഷ്മിയോട് പറഞ്ഞ കമ്പനിയിലെ ഉണ്ണിയേട്ടൻ്റെ ജോലി തിരികെ വാങ്ങി കൊടുക്കണമെന്നും എനിക്കും ഒരു ജോലി ഫിനാൻസിസിൽ തരണമെന്നെല്ലാം പറയണം. എൻ്റെ ഈ മാറ്റം 100% സത്യമാണെന്നെല്ലാം കരുണ പറയുമ്പോൾ എല്ലാവരും ആത്മാർത്ഥതയോടെ കൂടെ നിന്നാൽ കണ്ണനും ലക്ഷ്മിയും ജോലി മാത്രമല്ല മറ്റു പലതും നിങ്ങൾക്ക് തരും എന്ന് പറയുന്നുണ്ട് മോഹിനി. ശേഷം കമലേശ്വരം കമ്പനിയിൽ മോൾക്ക് ജോലി കിട്ടും. ഉണ്ണിക്കുട്ടൻ കമ്പനിയുടെ തലപ്പത്ത് വരുമ്പോൾ അതിനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി കരുണയോട്. പിന്നീട് ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയച്ഛൻ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണെന്നും കരുണയുടെ വിഷമം അയാളെ വല്ലാതെ ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്തവണ നടക്കുമെന്ന് പറയുന്നു. ഇതേ സമയം മഞ്ജു സാഗറിന് പാല് കൊടുക്കുന്നത് കാണുന്ന ഉണ്ണി, നിനക്ക് കണ്ണേട്ടൻ തരുന്ന സ്വത്തുക്കളിലാണ് ഇവൻ്റെ നോട്ടം, അത് കഴിഞ്ഞാൽ ഇവൻ നിന്നെ ചതിക്കും, വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സാഗറിനെ അപമാനിച്ച് ഉണ്ണി സംസാരിക്കുമ്പോൾ ഉണ്ണിക്ക് വായടപ്പിക്കുന്ന മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. തുടർന്ന് അവളെയും അവനെയും കണ്ടിട്ടല്ലേ നീയും ഇവനെയൊക്കെ അഹങ്കരിക്കുന്നത്, അതൊക്കെ ഇന്നത്തോടെ ചിലപ്പോൾ അവസാനിക്കും, പിന്നെ ഉണ്ണിയായിരിക്കും ഈ തറവാടും ബിസിനസ്സും എല്ലാം നോക്കി നടത്താൻ പോകുന്നത്, അതൊന്നും നീ മറക്കണ്ട എന്നെല്ലാം ദുർഗ പറയുമ്പോൾ തന്നെ എന്തോ ഒരു ചതി അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്ന് മഞ്ജുവിനും സാഗറിനും ഡൗട്ട് തോന്നുന്നുണ്ട്. ഇതേസമയം കണ്ണനും മഹിയും ആണെങ്കിൽ ഇതൊന്നും അറിയാതെ പുറത്തെല്ലാം ചുറ്റിക്കറങ്ങി തിരിച്ച് കമലേശ്വരത്തേക്ക് പോകാൻ തുടങ്ങുകയാണ്. മഹിയെയും മുൻപിലിരുത്തി ഡ്രൈവ് ചെയ്യാനൊരു ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ തന്നെ കാറ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും കണ്ടാലോ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ആര് കാണാനാടോ, ഇനിയിപ്പോൾ സത്യം എല്ലാവരും അറിയുകയാണെങ്കിൽ അറിയട്ടെ എന്ന് പറയുന്നുണ്ട് കണ്ണൻ. അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിലിടയ്ക്ക് മാർക്കോയെ അവർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോയെ കാണുന്നതും ഇത് അതിശയായിരിക്കുന്നു മാർക്കോ, നിന്നെ കാണണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചതുള്ളൂ എന്ന് കണ്ണൻ പറയുമ്പോൾ അത് അങ്ങനെയാണ് സാറേ, നമ്മൾ തമ്മിലുള്ള മനസ്സിൻ്റെ അടുപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, പിന്നെ സാറിൻ്റെ വീട്ടിൽ സാറിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞാണ് ഇയാളുടെ വയറ്റിൽ എന്നറിഞ്ഞത് മുതൽ ശത്രുക്കളുടെ പക കൂടിയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടാളും തിരികെ വരരുത് എന്നാണ് എൻ്റെ വീട്ടിനകത്തുള്ളവർ ആഗ്രഹിക്കുന്നത് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഡ്രൈവർ സുമേഷ് പറയുന്നുണ്ട്, സാറിൻ്റെ അനിയൻ്റെയും ഭാര്യയുടെയും നിൽപ്പ് കണ്ടപ്പോൾ എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല മാർക്കോ, എന്തോ ലക്ഷ്യം വെച്ചതുപോലെയായിരുന്നു അവരുടെ നിൽപ്പ്, മാർക്കോയെ വിളിക്കണമെന്ന് ഞാൻ സാറിനോട് ചോദിച്ചതാണ്, സാർ വേണ്ടെന്ന് പറഞ്ഞു എന്നെല്ലാം ഡ്രൈവർ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തൻ്റെ പോക്കറ്റിലുള്ള വേല് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചില അപായ സൂചനകൾ മാർക്കോയ്ക്ക് കിട്ടുന്നുണ്ട്. തുടർന്ന് ഇനി സുമേഷേട്ടൻ പോയിക്കോ, ഞാൻ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും കമലേശ്വരത്ത് കൊണ്ടാക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അങ്ങനെ മാർക്കോ ആണ് തുടർന്ന് അങ്ങോട്ട് കണ്ണൻ്റെ കാർ ഓടിക്കുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ പ്രതാപനാണെങ്കിൽ ലോറി ഓടിച്ചുകൊണ്ട് വരികയാണ്, കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാറ് ഫോളോ ചെയ്തുകൊണ്ട്. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും മാത്രമല്ല ആ വണ്ടിയുടെ വളയം പിടിക്കുന്നവനും അങ്ങ് തീരും. മുകളിൽ ചെന്നിട്ട് അവൻ ഇനി കണ്ണൻ്റെ വളയം പിടിക്കാം എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പ്രതാപൻ വരുന്നത്. അപ്പോൾ ആരും അറിയാതിരിക്കാൻ ഒരു മാസ്കും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ്, ലോറിയുടെ നമ്പർ പ്ലേറ്റൊക്കെ അയാൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ ദൂരം ചെയ്ത് കഴിയുമ്പോൾ ഒരു ലോറി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ കണ്ണൻ സാറേ എന്ന് മാർക്കോ പറയുമ്പോൾ, ലോറി എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ആക്സിഡൻ്റാണ് മനസ്സിലേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇമോഷണലാകുന്നു. പക്ഷേ പ്രതാപൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതായത് പ്രതാപൻ സ്വന്തം മോനെ പോലെ കൊണ്ടു നടന്നിരുന്ന ലോറി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഇതേ സമയം ആ ഒരു സമയം കൊണ്ട് തന്നെ കണ്ണനെയും മഹാലക്ഷ്മിയും കൊണ്ട് മാർക്കോ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ലോറി മോനെ നീ എന്നെ ചതിച്ചല്ലോ, അവരിപ്പോൾ കമലേശ്വരത്ത് എത്തിക്കാണും, എന്തായാലും എങ്ങനെ ഇത് സംഭവിച്ചു, ഇവന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നെല്ലാം, ഇവന് കുഴപ്പമില്ലൊന്നും ഇല്ലല്ലോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയത് എന്നെല്ലാം പ്രതാപൻ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോയോടൊപ്പം കണ്ണനും മഹാലക്ഷ്മിയും ഒരു പോറൽ പോലും ഏൽക്കാതെ വരുന്നത് കണ്ട് ഉണ്ണിയും ദുർഗയും അത് കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ദുർഗയോടും ഉണ്ണിയോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഒരു ലോറി ഞങ്ങളെ ഫോളോ ചെയ്തു വന്നു എന്നും ഞങ്ങളുടെ കാറിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ആ ലോറി വന്നത്, എന്തായാലും മാർക്കോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞു വിട്ടതാണോ ആ ലോറി എന്നെല്ലാം പറയാൻ പറ്റില്ല എന്നെല്ലാം അവരെ സംശയിക്കുന്ന രീതിയിൽ തന്നെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് ഉണ്ണിയും
ദുർഗയാണെങ്കിൽ ഇത്തവണയും പ്രതാപിൻ്റെ പദ്ധതികളെല്ലാം ചീറ്റിപ്പോയി എന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം മുത്തശ്ശിയും കരുണയാണെങ്കിൽ പ്രതാപിൻ്റെ വിവരമൊന്നും അറിയാതെ ഇങ്ങനെ ആശങ്കയോടെ നിൽക്കുകയാണ്. അവനിപ്പോൾ അവരെ രണ്ടുപേരെയും മുകളിലേക്ക് പറഞ്ഞു വിട്ട് കാണും. മോളേതായാലും നമുക്ക് ഈ രാത്രി തന്നെ ചിലപ്പോൾ കമലേശ്വരത്തേക്ക് പോകേണ്ടി വരും. മോളേതായാലും മോളുടെ മനസ്സിന് മാറ്റമുണ്ടെന്നല്ലേ എല്ലാവരും കരുതിയിരിക്കുന്നത്. മോൾ എന്തായാലും അവരുടെ മുന്നിൽ നല്ല അഭിനയം തന്നെ കാഴ്ചവെക്കണമെന്നെല്ലാം മുത്തശ്ശി കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന പ്രതാപനെയും കൊണ്ട് ആംബുലൻസ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രതാപനെ കണ്ട് അലമുറയിട്ട് കരയുന്നുണ്ട് മുത്തശ്ശിയും കരുണയും. അതായത് മാർക്കോയുടെ ശക്തി കൊണ്ടാണ് ആ ലോറി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഡൗൺ ആയതും പിന്നീട് പ്രതാപൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നിയന്ത്രണം തെറ്റി പ്രതാപന് തന്നെയാണ് ആ ലോറി ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്